മഴ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കൽപ്പകഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തൊട്ടടുത്ത് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ NH66 ആണിത്. കടത്തിൻ്റെതാണ് കേട്ടോ. വിചാരിച്ച 2 പമ്പും കിട്ടിയില്ല. ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ആദ്യ ഡേ, ഓൾ ഇന്ത്യ ട്രിപ്പിലെ ആദ്യ ഡേ ആണ്. ജൂലൈ 26 ഞായറാഴ്ച. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളൂ 6 മണി. കുറച്ച് നേരത്തെ എണീറ്റു, പക്ഷെ ഞാൻ ഓരോന്ന് ചെയ്ത് വൈകിപ്പോയി. ബാഗൊക്കെ പാക്ക് ചെയ്ത് കുളിച്ച് ഫ്രഷായി ഉമ്മച്ചിയുടെ ഒക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മളൊരു 6 മണി ആയപ്പോൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ ഹൈവേയിലേക്ക് കയറി. ഒന്നും കഴിച്ചില്ല കേട്ടോ, കുറച്ച് വെള്ളം മാത്രം കുടിച്ചുള്ളൂ. ഇതിപ്പോൾ താനൂർ സിറ്റിയുടെ കുറച്ച് പുറത്തായിട്ട്. താനൂർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, നമ്മുടെ വേഷൻ സിനിമയിൽ മമ്മൂട്ടി ചക്ക വാങ്ങാൻ പോയ സ്ഥലം. നമ്മുടെ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ചെർപ്പുളശ്ശേരിയെങ്കിലും മിനിമം എത്തണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താനൂരിൽ നിന്ന് താനാളൂർ വഴി വയലത്തൂർ, അവിടെ നിന്ന് തലത്താണിലേക്ക് കയറിയിട്ട് വളാഞ്ചേരി, അവിടെ നിന്ന് കൊപ്പം, പിന്നെ നേരെ ചെർപ്പുളശ്ശേരി. അപ്പോൾ ഇപ്പോൾ നമ്മൾ താനൂർ തിരൂർ റൂട്ടിൽ നിന്ന് താനാളൂർ റോഡിലേക്ക് കയറാണ്. ഇപ്പോൾ താനാളൂർ റോഡിലൂടെയാണ് കേട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഞാനും നിങ്ങളും മാത്രമേ ഉള്ളൂ. നമുക്കിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോവാം. അർജന്റീന. പക്ഷെ ഞാൻ പോർച്ചുഗൽ ഫാനാണ് കേട്ടോ. നല്ല കിടിലം പോകും. കുട്ടികൾ മദ്രസയിൽ പോണ സമയം ആൾക്കാർ ചായയൊക്കെ കുടിച്ച് റോഡ് സൈഡിൽ ഇരിക്കുന്ന സമയമാണ് കേട്ടോ. ഇതൊരു പീക്ക് സമയം തന്നെ. രാവിലെ എങ്ങനെ എണീറ്റ് സ്വസ്ഥതായിട്ട് ആ സൗണ്ട് കേട്ടോ, നിങ്ങൾ ചീവിടുന്ന സൗണ്ട്. ഓ ഏതാ മൂഡ്. ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കണം. ശരിക്കും നേരത്തെ എണീക്കണം അല്ലേ, എങ്കിലും ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. എത്തി മക്കളെ, തള്ളേണ്ടി വരും തോന്നുന്നു. അല്ലെങ്കിൽ തള്ളിയില്ലെങ്കിൽ ചവിട്ടാനൊക്കെ പറ്റും. പക്ഷേ ഒരുപാട് കാറ്റ് ഇതുപോലെ ചവിട്ടി കയറിയാൽ പിന്നെ ചവിട്ടാൻ കാലുണ്ടാവില്ല. ഇത് വലിയ കുഴപ്പമില്ല, ചെറിയ കയറ്റോ. അല്ല, ഇനി അങ്ങോട്ടൊരു വലിയ കയറ്റം വരാനുണ്ട്. ഇത് കയറിയിട്ട് തള്ളാം. ഇനി കുറച്ച് നേരം തള്ളിക്കൊണ്ട് പോകാം. ഞാൻ ഇവിടുന്ന് താനൂരാണ്. ഫസ്റ്റ് ഡേ തുടങ്ങിയുള്ളൂ. ഇനി വളാഞ്ചേരി വഴി കൊപ്പം വഴി കയറി ഒറ്റ ഫസ്റ്റ് ഡേ. ഞാനിപ്പോൾ ഫസ്റ്റ് ചെർപ്പുളശ്ശേരി പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യാൻ കഴിയും. വൈകുന്നേരത്ത് ഒരു 4-5 മണിയാകുമ്പോൾ. ഇപ്പം ഇല്ല ഇങ്ങനെ ഇറങ്ങി. ഇപ്പൊ കുറെ വീഡിയോ അങ്ങനെ ആണല്ലോ ഉള്ളതല്ലേ. എന്നാ പോട്ടെ, കാണാം. നല്ല മഴ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു മൂടിക്കെട്ടി വരുന്നുണ്ട് ആകാശം.
മഴ വന്നാൽ എവിടെയെങ്കിലും കയറി നിൽക്കാം. റെയിൻകോട്ട് ഉണ്ടെങ്കിലും മഴയത്ത് ചവിട്ടൽ സീനാണ്. അയ്യോ, കുറേ സമയമായിട്ട് പക്ഷെ തള്ളുന്നു. ഫുള്ള് കാറ്റായിരുന്നു. നല്ല തുടക്കം. പഞ്ചറായി. ഒരു 8 കിലോമീറ്റർ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും ഫ്രണ്ട് ടയർ പഞ്ചർ. ഇനി വേറെ വഴിയില്ല, നമ്മൾ തന്നെ പഞ്ചർ അടിക്കേണ്ടി വരും. സമയം ഇപ്പോൾ ടൈമായി. ഏരായിട്ടു. അതുകൊണ്ട് തന്നെ പഞ്ചർ അടക്കാനുള്ള ഷോപ്പ് നടത്തുന്നുണ്ടാവില്ല. 10 മണിയൊക്കെ ആവും തുറക്കുമ്പോൾ. അതുവരെ വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ അടക്കാൻ ശ്രമിക്കുന്നതാണ്. നോക്കി നോക്കാം. ഞാൻ പഞ്ചർ അടിച്ചൊരു എനിക്കൊരു ഓർമ്മ, ഞാൻ സ്വന്തമായിട്ട് പഞ്ചർ അടിച്ചൊരു ഓർമ്മ എനിക്കുള്ളത് പണ്ടങ്ങാണ്ട് ചെറുപ്പത്തിൽ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നോക്കട്ടെ. ഇവിടെയാണ് കേട്ടോ പഞ്ചർ കിട്ടിയത്. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതൊക്കെയാണ്. പാത്രം വെള്ളം ഒന്നുമില്ല, കുടിക്കാനുള്ള വെള്ളമേ ഉള്ളൂ കയ്യിൽ. എന്തായാലും നോക്കട്ടെ, ഇത് അടിച്ചിട്ട് നോക്കാം. ഓക്കെ ആയെന്ന് തോന്നുന്നു കേട്ടോ. സമയം ഇപ്പോൾ 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ പഞ്ചറടിച്ചു. പഞ്ചറടിഞ്ഞ് കാണുമല്ലേ. അപ്പോൾ പഞ്ചറടിച്ച് കഴിഞ്ഞു. അടിച്ചു കഴിഞ്ഞോ? ഓക്കെയാണ്. എനിക്കൊരു ഡൗട്ട്, ഞാൻ തന്നെ അടിച്ചുകൊണ്ട് അടഞ്ഞ് കാണുമെന്നൊരു ഡൗട്ട്. അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കല്യാണമൊക്കെ നടത്തുന്നൊരു എന്താ പറയുക ഓഡിറ്റോറിയമാണ് കേട്ടോ. ഇതേ ഒരു വലിയൊരു സ്ഥലമാണ്. ഒന്ന് മുഖമൊക്കെ കഴുകിയിട്ട് പോവാം. അങ്ങനെ ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് മൂത്രമൊക്കെ ഒഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ നേരെ വളാഞ്ചേരിക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ കുറച്ചുകൂടി ഉള്ളൂ. കൽപ്പകഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഒരു വലിയ ആൽമരയും എത്രത്തോളം പക്ഷികളാണ് അതിൻ്റെ ഉള്ളിൽ. അതിന് താഴെ നിൽക്കുമ്പോൾ തന്നെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അത്രത്തോളം പക്ഷികളുണ്ട് ആ ഒരു മരത്തിൽ. പക്ഷേ ക്യാമറയിൽ അത്രയും കാണുന്നില്ല കേട്ടോ അത്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് താഴെ നോക്കി കാണാം. തൊട്ടടുത്ത് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ ഒരുപാട് പക്ഷികളുണ്ട്. ഞാൻ കുറച്ച് നേരം അതൊക്കെ നോക്കിയാണ് ഇവിടെ നിന്നു. അങ്ങനെ നമ്മൾ NH66 കയറാൻ പോവാണ്. വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിലുള്ള NH66 ആണിത്. സത്യം പറഞ്ഞാൽ നമുക്ക് മെയിൻ ആ ഹൈവേയിലൂടെ കയറാൻ പറ്റില്ല. അതായത് 2 വീലേഴ്സ് ബൈക്കൊക്കെ പോകുന്നുണ്ട്, പക്ഷേ സൈക്കിളും കൂടി കയറിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറാണ്. അങ്ങനെ ഞാൻ അതിൻ്റെ സർവീസ് റോഡിലൂടെ പോവുകയാണ്. അധികം തിരക്കൊന്നുമില്ല കേട്ടോ, രാവിലെ ആയതുകൊണ്ടായിരിക്കും. ഞാനന്ന് ടെസ്റ്റ് ഡ്രൈവിനൊക്കെ വന്നപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ ഒരു 11:30 ആയിരുന്നു ഇവിടെ എത്തുമ്പോൾ.
ഇന്ന് പക്ഷെ നേരത്തെ എത്തി കേട്ടോ. NH66 ഞാനിപ്പോൾ ഡൈവേർട്ട് ചെയ്തു കേട്ടോ. നമുക്ക് നേരെ വളാഞ്ചേരിക്കല്ല പോകണ്ട, അതിലേ പോയാൽ നേരെ വെട്ടിച്ചിറയായിരിക്കും NH-ൽ. അപ്പോൾ ഞാൻ നേരെ വളാഞ്ചേരി റൂട്ടിൽ കയറി. ഇതൊരു അപകട മേഖലയാണ് കേട്ടോ. കുറച്ച് മുന്നേ കഴിഞ്ഞ പണ്ടൊക്കെ ഒരുപാട് അപകടം നടന്ന സ്ഥലമാണ്. ഇപ്പോൾ കഴിഞ്ഞു പോയി, ഞാൻ ഷൂട്ട് ചെയ്യാൻ പോയി. ഭയങ്കര വളവാണ് അവിടെ. ഇപ്പോൾ സീനില്ല, ഇപ്പോൾ വണ്ടികൾ കുറഞ്ഞല്ലോ ഹൈവേ വന്നപ്പോൾ. അങ്ങനെ ഇതുവരെ നേരിടാത്തൊരു പ്രശ്നം ഇപ്പോൾ ഉണ്ട്. പൊടി. ഇവിടെ റോഡ് ആകെ മോശം. സ്ഥലത്തിൻ്റെ പേരും അറിയാൻ പാടില്ല. എന്തായാലും NH-ന്ന് കടന്നിട്ടുള്ള ഫസ്റ്റ് സ്ഥലമാണ്. റോഡാകെ മോശമാണ്. ബസ്സൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പൊടിയാണ്. ഞാൻ എൻ്റെ ഗ്ലാസ് എടുത്തു. അങ്ങനെ നമ്മൾ വളാഞ്ചേരിയിലെത്തി കേട്ടോ. 10:30 കഴിഞ്ഞു. ടൈം മോശമല്ല, നമുക്ക് പിടിക്കാവുന്നേ ഉള്ളൂ. വളാഞ്ചേരി സിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ക്രൗഡാണ്. ഇന്നെന്തോ അത്ര ഇല്ല, നമ്മൾ കുറച്ച് നേരത്തെ എത്തിയോണ്ടാണെന്ന് അറിയില്ല. കുറച്ചും കൂടി വൈകിരുന്നെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ക്രൗഡിൻ്റെ ഇടയിൽ പെട്ടാണ്. ഭയങ്കര ട്രാഫിക്കുമാണ് ഇവിടെ ആ ഒരു ജംഗ്ഷനിൽ. എന്തോ അന്ന് ടെസ്റ്റ് ഡ്രൈവിന് വന്നപ്പോൾ ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര ഒരുപാട് വണ്ടികളും. ഇന്ന് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. സമയം ഏകദേശം 11 മണി കഴിഞ്ഞു. 2 പഴം കുറച്ച് വെള്ളം മാത്രമാണ് കഴിച്ചത്. തിരുവനന്തപുരം എന്ന് അങ്ങനെ എന്തൊരു സ്ഥലമാണ് ഇതിൻ്റെ പേര്, സ്ഥലത്തിൻ്റെ പേര്. അവിടുത്തെപ്പോൾ ഒരു ചേച്ചിയല്ല, ഒരു ഇത്തയും കൂടി നടത്തുന്ന ഒരു ഫ്രൂട്ട്സ് കട ഉണ്ട്. ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന ചെറിയൊരു ഷോപ്പ്. അവിടുന്ന് ഒരു പേരൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. ഇപ്പം തന്നെ വയറ് നിറഞ്ഞു ധാരാളം. ഒരുപാട് സമയം പിടിച്ച് നിൽക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അങ്ങനത്തെ ഒരു ഫീൽ ഉള്ളിൽ. ഒരു പേരൊക്കെ അങ്ങോട്ട് കയറിയപ്പോൾ ഫുൾ എനർജി. രാവിലെ ഒരു മഴക്കാർ വന്ന് നമ്മളെ പറ്റിച്ച് പോയി. ഇപ്പോൾ വീണ്ടും ഒരു മഴക്കാർ വരുന്നുണ്ട്. ഇത് നമ്മളെ പറ്റിക്കോ ഇല്ലോ നോക്കാട്ടോ. ഐ ലൈക്ക് മഴ പെയ്യട്ടെ, എന്നിട്ട് ഏതെങ്കിലും സൈഡിൽ കയറി നിൽക്കാം. കേട്ടില്ല? മഴ പെയ്തപ്പോൾ നിർത്തിയതാണ്. അപ്പോൾ മഴ പോയി. ഒരാൾ വെള്ളം എടുക്കാൻ പോയി, അവനെ കാത്തു നിൽക്കുക. അത് ക്യാമറ വെക്കുന്ന സ്റ്റാൻഡ്, തലമതി സ്റ്റാൻഡ്. എന്താ എൻ്റെ പേര്? ഷെഫീഫ് സുപ്പൈൽ. പോട്ടെ. പുലാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു വനിതാ ഹോട്ടലുണ്ട്. അവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ സൈക്കിൾ ഇതേ അവിടെ വെച്ചിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് ചോറും കറിയും. വലിയ ഹൈ ലെവലിൽ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, പൈസ നിൽക്കും. ചോറും കറിയൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു സ്ഥലം തപ്പിയിട്ട് വരാം. കടത്തിൻ്റെയിലാണ് ആരില്ല, ഒരു പഴയൊരു കട. നല്ല തണുപ്പുണ്ട്. ഒരു മരമുണ്ട് അവിടെ, വലിയൊരു മരം. അതുകൊണ്ടാണ് നല്ല തണലുണ്ട്.
ചെറിയൊരു തണുപ്പും കിട്ടും. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ സൈക്കിൾ ചവിട്ടിയിട്ട് വേർത്തതല്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വേർത്തതാണ്. പുറമേന്നും ചൂട്, പോരാത്തിന് നല്ല ചൂടുള്ള ഫുഡും, രണ്ടും കൂടി ആയപ്പോൾ വേർത്തു. സൂപ്പർ. അങ്ങനെ അവിടുന്ന് ഇറങ്ങി കേട്ടാ, ആ കടയുടെ തിണ്ണേന്ന് കുറേ സമയം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ചെറുപ്പശ്ശേരി എത്തും തോന്നുന്നു. ഇപ്പോൾ സമയം എത്ര 1:30 സമയം ആയിട്ടേ ഉള്ളൂ. പെട്ടെന്ന് അവിടെ എത്തിക്ക് റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് എടുക്കാല്ല, യാത്രയിൽ ഏറ്റവും കൂടുതൽ ഞാൻ പെടാൻ പോകുന്നത് കാര്യമാണ് വീഡിയോ എഡിറ്റിങ്. ഇതൊക്കെ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ എത്തിക്കണ്ടേ ഈ യാത്രേൻ്റെ ഇടയിൽ. അതൊരു ചടങ്ങായിരിക്കും. പക്ഷെ ഇതൊക്കെ ചേർന്നതല്ലേ യാത്ര. നോക്കാം. വേണ്ട നമ്മളൊക്കെ ഇറങ്ങിയതുള്ളോ? ആ, ഇന്നിറങ്ങിയുള്ളൂ. ഓക്കെ. അങ്ങനെ കുറേ മനുഷ്യന്മാർ ഇതുപോലെ ഒരുപാട് പേരെ ഈ യാത്രയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും ക്യാമറയിൽ പകർത്താൻ പറ്റിയിട്ടില്ല. ഞാൻ നേരിൽ കാണുന്നതിൻ്റെ എന്താ പറയുക 4/1 അല്ലെങ്കിൽ 6/1 എന്നൊക്കെ പറയാം, അത്രേ ഞാൻ പകർത്തുന്നു. എന്തോരം ആൾക്കാരാണെന്ന് സംസാരിക്കാമെന്ന് അറിയാം. അപ്പം നമുക്കൊരു ഉള്ളിൽ നിന്നൊരു പ്രചോദനം വരാണ്ട് യാത്ര ചെയ്യാനുള്ള. കൊള്ളാം, മനുഷ്യന്മാരെ കാണാൻ യാത്ര തന്നെ ചെയ്യണം, വേറെ ഒന്നും പറയാനില്ല. ബസ് ട്രെയിന് പോകുന്ന സമയത്ത് ഈ റൂട്ടിനാണ് കേട്ടോ പോയത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഓൾറെഡി. എന്നാലും ആ പോയ സമയത്ത് ഇത് ഇഫിട്ടായിട്ട് ഒരാളിരുന്ന് ഒരു പണിയെടുക്കുന്നുണ്ടായി. ഖബർസ്ഥാനിലൊക്കെ വെക്കുന്ന കല്ലൊക്കെ ഉണ്ടല്ലോ, അത് നോക്കിയേ, പുള്ളിക്കാരനിരുന്ന് പണിയുന്നുണ്ടായി, കല്ലിങ്ങനെ കൊത്തി. പക്ഷെ ആ സമയത്ത് എനിക്ക് സമയമില്ലായിരുന്നു ആ പുള്ളിക്കാരൻ സംസാരിക്കാൻ, അങ്ങനെ ഷൂട്ട് ചെയ്യാൻ. ഇന്നത് ഉറപ്പിച്ചാൽ ഞാൻ വന്നു, പക്ഷേ ആളിവിടെ ഇല്ല. കഷ്ടമായിപ്പോയി. ഒരു കലാകാരനെ കിട്ടേണ്ട സമയമായിരുന്നു. ഫുഡ് കഴിക്കാൻ പോയാലായിരുന്നു. ലക്കില്ല, നമുക്ക് ലക്കില്ല. ആൾ കിളച്ച് മറിച്ചിട്ടാണ് കേട്ടോ. ആൾ പണി കഴിഞ്ഞ് പോവുക. എന്താ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. നമ്മൾ കാണാത്ത കാഴ്ചയല്ലേ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ കൃഷി ചെയ്യുന്ന കാണാനൊക്കെ, പ്രത്യേകിച്ച് പ്രകൃതി എന്തോ അതിലൊക്കെ എന്തോ ഒരു ഇഷ്ടം കൂടിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഇവിടെ നിന്നുപോയി. അപ്പോൾ പോട്ടെ. ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ വിചാരിച്ചത് റോഡിൻ്റെ ഫ്ലൈ ഓവറാണെന്നാണ് വിചാരിച്ചത്. ആ വീട്ടിലേക്കുള്ള വഴിയാണ്. പെട്ടെന്ന് ചെർപ്പളശ്ശേരി എത്തുമെന്ന് പറഞ്ഞ ആളാ ഇത്. എനിക്ക് വന്ന് എത്തൂല. ഞാനിതിങ്ങനെ വഴി കണ്ടതൊക്കെ ഇപ്പോൾ നോക്കിക്കൊണ്ടാ പോണേ. നിങ്ങളെവിടെ സ്ഥലം? എവിടെ? താനൂര്. നിങ്ങളെ കാണിക്കട്ടെ. നമ്മൾ ചെർപ്പളശ്ശേരിൻ്റെ അടുത്തെത്തി കേട്ടോ. നെല്ലായ കഴിഞ്ഞു.
ഏകദേശം 3 മണി കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഒരു പമ്പുണ്ട്, പക്ഷെ ഇത് 24 hours അല്ല. വേറൊരു ഇന്ത്യൻ ഓയിലുണ്ട്, കുറച്ചും കൂടി അങ്ങോട്ട് പോകണം. ചെർപ്പളശ്ശേരി ജംഗ്ഷൻ കഴിഞ്ഞാൽ പമ്പുണ്ട്. ചെർപ്പളശ്ശേരി ജംഗ്ഷൻ കഴിഞ്ഞാൽ ഒരു പമ്പ് വരുന്നുണ്ട്, ഇന്ത്യൻ ഓയിലിൻ്റെ 2 പമ്പ്. അതിൻ്റെ ഏതെങ്കിലും ഒന്നിൽ കിട്ടുമോ നോക്കാം. ചെർപ്പളശ്ശേരി എത്തി കേട്ടോ. നമ്മുടെ പമ്പ് എവിടെയാണോ എന്തോ. ഈ ഒരു ഭാഗത്തേക്ക്, നെല്ലായ ഭാഗത്തേക്ക് എത്തിയപ്പോൾ കണ്ടോ റോഡൊന്ന് നല്ലൊരു റോഡ് കണ്ടത്. മറ്റതും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ ഒരു റോഡ് ഈ നെല്ലായ ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് കണ്ട. അതിന് മുമ്പൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ബോറടിപ്പിക്കുന്ന റോഡാണ്. ഒരാന ഫ്രണ്ടിലൂടെ പോകുന്നുണ്ട്. നമ്മൾ വിചാരിച്ച 2 പമ്പും കിട്ടിയില്ല. ഒരു പമ്പ് നിലവിലേ ഇല്ല, അവിടെ അങ്ങനെ പമ്പേ ഇല്ല. പിന്നെ ഒരു പമ്പ് അവിടെ സ്പേസ് ഇല്ല, അവിടെ മൊത്തം വണ്ടിയാണ്. അങ്ങനെ വീണ്ടും ഒരു 7 കിലോമീറ്റർ ഓടി ഒരു പമ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ വണ്ടികളൊന്നുമില്ല. ഓരോരോ മാനേജറിനെ, അതിൻ്റെ ഓണറിനെ എന്തോ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ കാത്തിരിപ്പിനെ വിരാമം. നമുക്ക് സമ്മതം കിട്ടി. ടെൻ്റ് അടിച്ചു. ടെൻ്റ് ഇതാ കാണിച്ചു തരാം. സൈക്കിളോടെ വെച്ചു, ടെൻ്റ് അടിച്ചു. സമയം ഇപ്പോൾ 5 മണിയായി. കുറച്ച് സമയമായി ഇപ്പോൾ ടെൻ്റ് അടിച്ചിട്ട്. ഞാനിങ്ങനെ വിദൂരതയിലേക്ക് നോക്കിയിരിക്കുകയാണ്. അതായത് അപ്പുറത്തൊരു മലയുണ്ട്, അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. ഓക്കെ, ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം, ഉറങ്ങണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. നമ്മുടെ പമ്പ് അതേ അവിടെ വെക്കുന്നു. ഞങ്ങളുടെ കഞ്ഞി വെക്കാൻ പോകുന്നു. നമുക്ക് കഞ്ഞി വെക്കാം. ജസ്റ്റ് അതിൽ തിരിച്ചിങ്ങനെ കൊടുത്തതിന് ശേഷം കഞ്ഞിയാവുന്നുണ്ട്. മഴ പെയ്തില്ലെങ്കിൽ ഭാഗ്യം, അല്ലെങ്കിൽ ഇതെടുത്ത് ഞാൻ ഓടേണ്ടി വരും. ഫോൺ ഞാനവിടെ ചാർജ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് ചെറിയൊരു പേടി, ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. കഞ്ഞി ആയിരുന്നു കേട്ടോ. കഞ്ഞി ചോറ് പോലെ ആയിരുന്നുണ്ട്, പക്ഷേ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങട്ടെ. നേരത്തെ എണീക്കണം, പോകണം. പിന്നൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളിന്ന് കവർ ചെയ്ത കിലോമീറ്റർ 64 കിലോമീറ്റർ കവർ ചെയ്തു കേട്ടോ. ശരിക്കും ചെർപ്പളശ്ശേരിയാണ് വിചാരിച്ചത്, അവിടെ കിട്ടാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടി ഓടി ഇവിടെ എത്തി. അപ്പോൾ കുറച്ചും കൂടി 64 കിലോമീറ്റർ ഓടി ടോട്ടൽ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച കേട്ടോ, കിടന്നുറങ്ങാം. 10 മണിയായി. അപ്പോൾ നാളെ കാണാം അടുത്തൊരു എപ്പിസോഡായിട്ട്.